ഭൂട്ടാൻ കാർ കടത്തലുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ നങ്കൂറിൽ ദുൽഖർ സൽമാന്റെ വാഹനം കണ്ടെത്തി കസ്റ്റംസ്. കൊച്ചിയിലെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് കർണാടക രജിസ്ട്രേഷനുള്ള നിസാൻ പട്രോൾ കാർ കണ്ടെത്തിയത്. റാഫി കരീം കൊച്ചിയിൽ ചെയ്യുന്നു. റാഫി, നേരത്തെ ദുൽഖറിന്റെ ഒരു കാർ കസ്റ്റംസ് പിടികൂടിയിരുന്നു. ഇത് തിരിച്ചു കിട്ടാൻ ഹൈക്കോടതി അടക്കം സമീപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു കാർ കണ്ടെത്തിയിരിക്കുന്നു. ഇതും സമാനമായി ഭൂട്ടാനിൽ നിന്ന് കടത്തിയതെന്നാണോ സംശയിക്കുന്നത്? പാസുവേൽ തീർച്ചയായും ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കാറുകളിൽപ്പെട്ട മറ്റൊരു വാഹനം കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കർണാടക രജിസ്ട്രേഷനിലുള്ള KA01 MV 8663 നമ്പറിലുള്ള റെഡ് നിസാൻ പെട്രോൾ വാഹനമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ദുൽഖറിന്റെ കൊച്ചിയിലെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം കസ്റ്റംസ് നടത്തിയിരുന്നു. അന്ന് ദുൽഖറിന്റെ വീട്ടിലും ഒപ്പം തന്നെ കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള ദുൽഖറിന്റെ ഗ്യാരേജിലും കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലൊന്നും ഈ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ വാഹനം മാത്രമാണ് ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. ഈ വാഹനം പിന്നീട് കസ്റ്റംസ് സീസ് ചെയ്യുകയും ചെയ്തിരുന്നു. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഡിഫൻഡർ വാഹനമാണ് സീസ് ചെയ്തത്. അപ്പോൾ തന്നെ ഈ നിസാൻ പെട്രോൾ വാഹനത്തിന് വേണ്ടിയുള്ള പരിശോധനകൾ കസ്റ്റംസ് ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ കസ്റ്റംസിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഫ്ളാറ്റിന്റെ കാർപോർച്ചിൽ നിന്ന് വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. ചുവന്ന നിറത്തിലുള്ള വാഹനമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാഹനം ഹിമാചൽ പ്രദേശ് സ്വദേശിയിൽ നിന്ന് ദുൽഖർ വാങ്ങിയതാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാട് രേഖകൾ ഇതിനോടകം തന്നെ കസ്റ്റംസിന്റെ കയ്യിലുണ്ട്. ചേസസ് നമ്പറും ഒപ്പം തന്നെ എഞ്ചിൻ നമ്പറും എല്ലാം കസ്റ്റംസിന്റെ കയ്യിലുണ്ട്. നിലവിൽ ദുൽഖർ സൽമാൻ ഈ വാഹനം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കസ്റ്റംസ് കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കസ്റ്റംസിന്റെ പക്കലുള്ള കാറുകളുടെ ലിസ്റ്റ് പ്രകാരം ഇതിൽ 200-ൽ താഴെ കാറുകൾ കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസ് സംശയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യാപകമായ പരിശോധനകളും കസ്റ്റംസ് നടത്തിയിരുന്നു. ആദ്യ പരിശോധനയിൽ ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് ഈ നിസാൻ പെട്രോൾ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ദുൽഖറിന്റെ എളംകുളത്തുള്ള വീട്ടിലും പിന്നീട് പനമ്പള്ളി നഗറിലുള്ള ദുൽഖർ സൽമാൻ ഓപ്പറേഷൻ നങ്കൂറുമായി ബന്ധപ്പെട്ട് ഒരു കാർ കൂടി ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ കാർ കൂടി ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.